ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ അബുദാബി എനിക്ക് പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് മാമ്പഴം പിടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ ഒരു മാവിനകത്ത്. അപ്പോൾ ഇതുപോലെ കുറേ മരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനെല്ലാം നിങ്ങളെ ഇന്ന് കാണിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് അബുദാബി മുറൂറിലാണ് കേട്ടോ. മുറൂറിലൊരു പള്ളിയുടെ അടുത്താണ് ഈ ഒരു മരം ഉള്ളത്. അതിൽ ഇങ്ങനെ ലൈറ്റ് പോലെ ഫുള്ളങ്ങ് മാമ്പഴം പിടിച്ചിരിക്കുകയാണ്. പഴുത്തിട്ടും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ എന്തായാലും ഷൂട്ട് ചെയ്ത് കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം കേട്ടോ. കുറേ ആൾക്കാർ എന്നോട് എപ്പോഴും റിക്വസ്റ്റ് ചെയ്യാറുണ്ട്, അബുദാബിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിക്കോ, ഞങ്ങൾക്ക് എന്തായാലും അവിടെ വരാൻ പറ്റില്ല, പക്ഷേ അവിടുത്തെ കാഴ്ചകൾ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടമായിരുന്നു മറ്റുള്ളവരിലോട്ട് ഷെയറും കൂടി ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ മറ്റുള്ള കാഴ്ചകളിലോട്ട് പോയാലോ. യെസ്, അപ്പോൾ ഇക്ക ഡ്യൂട്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ പെട്ടെന്ന് പ്ലാൻ ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്ന് പോയി ഇങ്ങനെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം. ഇക്കയുടെ കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. മൂപ്പർക്ക് അങ്ങനെ ഇഷ്ടമല്ല വീഡിയോ എടുക്കുന്നതും നമ്മൾ ഫുൾ ടൈം ഇങ്ങനെ എൻഗേജ്ഡ് ആവുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ ഞാനാണെങ്കിലോ കുറച്ച് സമയം നമുക്ക് കിട്ടുമ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടേയിരിക്കും. അത് ഓരോരുത്തരുടെ ഒരു ക്യാരക്ടറാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് കൊണ്ടും വീഡിയോ എടുക്കുന്നത് കൊണ്ടും എന്താണെന്നറിയോ ഒരു ഗുണം, ഇത് കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇങ്ങനെ ഇരുന്ന് നോക്കാൻ ഭയങ്കര സുഖമാണ്. അതിപ്പോൾ ഇക്കയും ഇവിടെ ഞാൻ എടുത്ത ഫോട്ടോസും വീഡിയോസൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ കാണുമ്പോഴൊക്കെ ഇരുന്ന് നോക്കുന്നത് കാണാം. അപ്പം ഞാൻ പറയാറുണ്ട്, ഇത് ഞാൻ മുമ്പ് എടുത്തത് കൊണ്ടല്ലേ നിങ്ങൾക്കിതിപ്പോൾ കാണാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിതെങ്ങനെ നടന്ന് പോവുകയാണേ. അപ്പം നടന്ന് പോകുമ്പോൾ സത്യം പറയാലോ, ഈ ഒരു മരം കണ്ടിട്ട് ഞാൻ ഞെട്ടി. കാരണം ഇതിനകത്ത് നിറയെ ചെറുനാരങ്ങയും അതേപോലെ തന്നെ ഇവിടെ ഇത് പള്ളിയുടെ ആ ഒരു സൈഡിലാണ് കേട്ടോ. താഴെയൊക്കെ ടൊമാറ്റോ, തക്കാളിയും ഇഷ്ടം പോലെ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറേ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ആ പള്ളിയുടെ ഇമാമ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ കാണാമെന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു, മൊബൈൽ അങ്ങ് താഴ്ത്തി പിടിച്ച് എനിക്ക് പറ്റാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നിറയെ നമ്മുടെ നാട്ടിലൊന്നും ഒരിക്കലും ഇത്രയും പിടിക്കില്ല, അത്രയും സാധനങ്ങൾ ഇവിടെ പിടിച്ചിട്ടുണ്ട്, അത്രയും ചെറുനാരങ്ങ. ഇപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കുഞ്ഞാണ്. പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ നല്ല രീതിയിൽ പഴുത്തൊക്കെ നിൽക്കുന്നുണ്ട്, യെല്ലോ കളറിൽ നല്ല രീതിയിൽ ഇഷ്ടം പോലെ. അപ്പോൾ ചില ആൾക്കാരൊക്കെ പണ്ടൊക്കെ പറയാറുണ്ട്, എന്താണെന്നറിയോ, മരുഭൂമിയിലൊന്നും ആവില്ല എന്നൊക്കെ. പക്ഷേ ഇപ്പം നേരെ തിരിച്ചാണ്, ഇവിടെയാണ് എല്ലാം ഉണ്ടാവുന്നത് കേട്ടോ. ഇതിപ്പോൾ തക്കാളിയുടെ ഇതാണ്, ചെടിയാണ്. ഇതിൻ്റെ അകത്ത് നിറയെ പിടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഫുള്ളായിട്ടങ്ങ് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആ പള്ളിയുടെ ഇമാമൊക്കെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ട് പിന്നെ മക്കളാണെങ്കിൽ സൗണ്ടൊക്കെ ആക്കുന്നുണ്ട്, മോനാണെങ്കിലും മോളാണെങ്കിലും അവർ ഭയങ്കര സംസാരമായിരുന്നു. അപ്പം ഞാനെന്ത് ചെയ്തു, പിന്നെ ഇതൊന്നും എടുക്കാതെ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ മുറൂർ ഏരിയ ആണ് കേട്ടോ. ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സിറ്റി തന്നെയാണ്, എങ്കിലും നമ്മൾ മുമ്പൊക്കെ ആണെങ്കിൽ അബുദാബി സിറ്റിയിലായിരുന്നു. അപ്പോൾ ആ സിറ്റിയിലാവുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ സിറ്റിയിൽ നിന്നൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ വണ്ടിയിൽ പോകുമ്പോൾ ഒരു 6-7 മിനിറ്റ് ദൂരമൊക്കെ ഉണ്ട് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ. ഇത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത്, മീൻസ് ഞങ്ങളങ്ങനെ ഇവിടെ നടന്നൊന്നും വരാറില്ല കേട്ടോ. പക്ഷേ എനിക്കിങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്യണം തോന്നിയതുകൊണ്ട് മാത്രം നടന്നു വന്നതാണ്. ഇവിടെ നോക്കിയേ, ഇതൊരു വീടിൻ്റെ മുറ്റം തന്നെയാണ്, പക്ഷേ കോമ്പൗണ്ടിന് പുറത്താണ് കേട്ടോ. ഇവിടെയും നിറയെ ചെറുനാരങ്ങ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ കാസർഗോഡാണ്, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ പറയുക ചെറുപുളി എന്നാണ്. അപ്പോൾ ഈ ചെറുപുളിയാണ് ഇഷ്ടം പോലെ അങ്ങ് പിടിച്ചിരിക്കുന്നത് കേട്ടോ. ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് പറിക്കാനൊക്കെ തോന്നും, കാരണം ഇത് പുറത്താണ്, വില്ലയുടെ അകത്തൊന്നുമല്ല, ഔട്ട് സൈഡിലാണ് കേട്ടോ. ഇത് മാത്രമല്ല, കുറേ മറ്റേ മുരിങ്ങക്കായും പപ്പായയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് ഓരോ വില്ലയാണ്, ഇതിനകത്തൊക്കെ കുറേ ഫാമിലീസ് ഉണ്ട്, അല്ലാതെ ഓരോരുത്തരുടെ വീടൊന്നും അല്ല. ഇതിനകത്ത് 10-20 ഫാമിലീസൊക്കെ ഓരോ വില്ലയിലും താമസിക്കുന്നുണ്ടാവും. 1 BHK ഒക്കെ ആയിരിക്കും ഒരു ഫാമിലി എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ചില ആൾക്കാർ സ്റ്റുഡിയോ ഫ്ലാറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഷെയറിങ് റൂംസ് ആയിരിക്കും ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ താമസവും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല റെൻറ്റും ഉണ്ട്. അപ്പോൾ റെൻ്റ് ഉള്ളത് കൊണ്ട് എല്ലാവരും അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് ജീവിക്കുന്നുണ്ട്. ചില ഭാഗങ്ങൾ ഇപ്പോൾ ഷാർജ, അജ്മാൻ അവിടെയൊക്കെ ആണെങ്കിൽ റെൻറ്റ് കുറച്ച് കുറവാണ്. ഇപ്പോൾ അബുദാബിയിലും ദുബായിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഒരു എന്താ പറയുക, വീട് വെക്കുന്ന ക്യാഷ് ഒരു പക്ഷേ 2 വർഷം 3 വർഷമൊക്കെ ആകുമ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടാവും. പക്ഷേ ആ ഒരു ക്യാഷ് ഉണ്ടെങ്കിൽ നമുക്ക്, ഞാൻ പറഞ്ഞില്ല, ഒരു വീട് വെക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല എക്സ്പെൻസാണ് കേട്ടോ അബുദാബിയിലും ദുബായിലൊക്കെ. പക്ഷേ നമുക്ക് താമസിക്കാൻ സുഖമാണ്, ആരെയും പേടിക്കാതെ ഇവിടെ ജീവിക്കാം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ മെല്ലെ അങ്ങ് നടന്ന് വേറെ ഏരിയയിലോട്ട് പോവാമെന്നും പറഞ്ഞ് അങ്ങനെ പോവാണ്. വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെയാണ്, കാരണം മോനൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്യില്ല, ജസ്റ്റ് അങ്ങനെ എടുക്കും.
അപ്പോൾ ആളാണെങ്കിൽ കുഞ്ഞിനെ ഷെസിനെ അങ്ങ് എടുത്തിട്ട് ആൾ നടക്കുകയാണ്. ആൾ സ്ട്രോളറിലൊന്നും ഇരിക്കുന്നില്ല. ആളിങ്ങനെ ഞാൻ പറഞ്ഞില്ല നമ്മൾ കയ്യിലെടുത്ത് ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണം. ഇതെന്താണെന്നറിയോ ഈ ഒരു ബോക്സ്, ഇത് ഇവിടുത്തെ റെഡ് ക്രിസൻറ്റ് ബോക്സ് ആണ് കേട്ടോ. നമ്മുടെ ഡ്രസ്സസ് കാര്യങ്ങൾ നമുക്ക് വേണ്ടെങ്കിൽ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കവറിലൊക്കെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ആഫ്രിക്കയിലോട്ടും അതുപോലെ ഇങ്ങനെ കുറച്ച് ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളുണ്ടാവില്ലേ, അവിടത്തേക്കൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതുപോലെയുള്ള ബോക്സ്, റെഡ് ക്രിസൻറ്റ് ബോക്സ് എന്നാണ് അതിനെ പറയുക. ആ ഒരു ബോക്സിനകത്ത് എല്ലാവരും അവരവൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ, പഴയ ഡ്രസ്സ് ഇടില്ല, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഡ്രസ്സ് കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്ത് കവറൊക്കെ ചെയ്ത് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരു പൂച്ച അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞാണെങ്കിൽ ഈ പൂച്ചനെ കാണുമ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. ആൾക്ക് പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതൊക്കെ ഓരോ വീടിൻ്റെയും ഓരോ സൈഡിലുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത്. പക്ഷേ ഇവിടെയൊക്കെ നല്ല പച്ചപ്പാണ്, മരങ്ങളാണ്. പിന്നെ കരിമ്പിൻ കൃഷിയും അതേപോലെ ചോളം കൃഷിയും അതേപോലെ പടവലങ്ങ, കോവയ്ക്ക, പിന്നെ വാട്ടർമെലൺ, ഇതൊക്കെ കൃഷികളുണ്ട് കേട്ടോ. ഞാൻ അതൊക്കെ ഇതിൻ്റെ പിറകെ കാണിക്കാം. അപ്പോൾ നിങ്ങളിത് കണ്ടു കഴിഞ്ഞാൽ ചിന്തിക്കും ഇത് അബുദാബി തന്നെയാണോ അല്ലെങ്കിൽ നാടാണോ എന്നൊക്കെ ചിന്തിച്ചു പോകും കേട്ടോ. പിന്നെ ഇതാ ഓരോ വില്ലയും അതേപോലെ ഈത്തപ്പഴത്തിൻ്റെ മരങ്ങളും ഇങ്ങനെ കാറ്റിലിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റൊക്കെ ആയിരുന്നേ. വൈകുന്നേരം ആകുമ്പോൾ ഇപ്പം നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്, പക്ഷേ ഇടയ്ക്ക് നല്ല ചൂടും വരുന്നുണ്ട്. ഈ ഉച്ച സമയത്തൊക്കെ നല്ല ചൂടാണ്. ഇപ്പോൾ കുഞ്ഞാണെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ വരുന്നില്ല പിണങ്ങിയിട്ടേ. ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് മടുത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുഞ്ഞിനെടുത്ത് നടക്കാം. അപ്പോൾ ഇവനോട് പറഞ്ഞു നീ അങ്ങ് ഷൂട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ കുഞ്ഞാണെങ്കിൽ എൻ്റെ കൈ വരുന്നില്ലായിരുന്നു ആ സമയത്ത്. ആൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ആൾക്ക് നടക്കണം, ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ നടക്കണം. അപ്പോൾ അങ്ങനെ മോൻ്റെ കയ്യിൽ തന്നെ കയറി ആൾ കുത്തിയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിതാ വീണ്ടും നടത്തങ്ങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇതിൽ ഫുള്ളങ്ങ് നടത്തം തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പല പല വെറൈറ്റി വില്ലകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിത് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾക്ക് ഒരുപക്ഷെ രസമായിരിക്കും. ചില ആൾക്കാർ ഇത് തന്നെ ചോദിക്കാറുണ്ട് എന്നോട്, അവിടെയുള്ള ഏരിയകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കപ്പോഴൊന്നും ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നാറില്ല. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു വീഡിയോ ചെയ്യാനൊക്കെ. അപ്പോൾ പുറത്ത് നിങ്ങളെ കാണിക്കണം. ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഓരോ വില്ലകളാണ്. ഇതിനകത്ത് ചിലതിനകത്ത് അറബ് ഫാമിലീസാണുള്ളത്, ചിലതിനകത്തൊക്കെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമുക്ക് മക്കളെയൊക്കെ കൂട്ടി അങ്ങ് പുറത്ത് നടക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മക്കളോട് പറയും, ഇനിയിപ്പോൾ മൊബൈലൊക്കെ വീട്ടിലിരുന്ന് ഇങ്ങനെ എടുക്കേണ്ട വെച്ചിട്ടേ നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ നടക്കാമെന്നൊക്കെ ഞാൻ പറയാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ഇടയ്ക്ക് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് വോയിസ് ഓവർ കൊടുത്തതാണ് കേട്ടോ ഇത്. പിന്നെ അല്ലാതെ ഞാൻ ഇടയ്ക്ക് ഒരു ഇൻട്രോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ ആ സമയത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണും. അപ്പം അങ്ങനെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, വേഗം മൊബൈലങ്ങ് ഓഫ് ചെയ്യും. കാരണം അവരെന്തും വിചാരിക്കേണ്ടെന്ന് വെച്ചിട്ടേ. അപ്പോൾ ഇതും ഞാനങ്ങനെ വോയിസ് ഓവർ ചെയ്തതാണ്. അങ്ങനെ നമ്മളിതാ വീണ്ടും നടക്കുകയാണ് കേട്ടോ. ഞങ്ങൾ ഈ നടന്നു പോകുന്നത് എവിടെയാണെന്നറിയോ, ഞങ്ങൾ മുമ്പ് താമസിച്ചിരുന്നു, ഒരു 3.5 വർഷം മുമ്പ് ഒരു 2 മന്ത് ഒരു വില്ലയിൽ താമസിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടാണ് ഞങ്ങളിങ്ങനെ മെല്ലെ മെല്ലെ മന്ദം നടന്നു പോകുന്നത്. അപ്പോൾ മോൾക്കാണെങ്കിൽ ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. പക്ഷെ ആൾക്കാണെങ്കിൽ സ്കേറ്റിംഗ് ഷൂ അങ്ങനെ എന്തെങ്കിലും വേണം. അപ്പോൾ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ആളുടെ ആ ഒരു ഇതിലായിരുന്നു, എനിക്ക് സ്കേറ്റിംഗ് ഷൂ എടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷെ അങ്ങനത്തെ നമ്മളത് വീണ്ടും നടക്കുകയാണ്. ഇതൊരു അറബി വീടാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ കുറേ പാലസ് പോലുള്ളതും വീട് പോലുള്ളതൊക്കെ ഇഷ്ടം പോലെയുണ്ട്, അടുത്തടുത്തായിട്ടാണ്. അവിടെ പിന്നെ ജോലിക്കാരിയും കാര്യങ്ങളൊക്കെയാണ്. കുറേ കാര്യങ്ങളൊക്കെ എപ്പോഴും വീഡിയോ എടുക്കുമ്പോൾ പറയണമെന്നൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് പിന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം. പിന്നെ കുറേ മലയാളി ഫാമിലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ റോഡിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കുറേ സംസാരിച്ചു. പക്ഷെ അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം അവർക്കൊരു പക്ഷേ ഇഷ്ടപ്പെടില്ല. അപ്പോൾ നമ്മുടെ ചാനലിനകത്തൊക്കെ വരുന്നത് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ അവരെ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണും കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും സംസാരിക്കും, യൂട്യൂബറല്ലേ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് അവർ പറയുന്നത് തന്നെ നിങ്ങളുടെ വീഡിയോ നല്ല യൂസ്ഫുള്ളാണ്, ഞങ്ങളെപ്പോഴും കാണാറുണ്ട്, നാട്ടിൽ അയക്കാറുണ്ട്, എല്ലാവർക്കും ഇത്താൻ്റെ വീഡിയോ ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കുറേ പേര് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴും പുറത്തിറങ്ങിയപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കണ്ടു. പിന്നെ ഈ ഒരു വില്ലയൊക്കെ അല്ലേ നല്ല രസമാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഒഴിഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇതിന് കുറച്ചപ്പുറമാണ് മുമ്പ് താമസിച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. കണ്ടില്ലേ, ഓരോ സൈഡിലും ഈ റെഡ് ക്രിസൻറ്റ് ബോക്സ് ഉണ്ട് കേട്ടോ. പഴയ ഡ്രസ്സസൊക്കെ ഇട്ട് കൊടുക്കുന്ന ബോക്സസ് അത് ഇവിടെ കാണുന്നുണ്ട്. ഓരോ ഏരിയയിലും ഇതുപോലുള്ള ബോക്സസ് ഇങ്ങനെ വെച്ച് കിടക്കും. കാരണം ഇതിനകത്ത് ആരെങ്കിലും ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇട്ടോട്ടെ എന്ന് കരുതിയിട്ടേ. പക്ഷെ കഴുകി വൃത്തിയാക്കി നല്ല രീതിയിൽ പാക്കൊക്കെ ചെയ്തിട്ട് വേണം ഇതിനകത്ത് ഇടാൻ. അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സ് ആരെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കും. അതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്.
അപ്പോൾ ഇതാ ഇങ്ങനെ നടന്ന് പിന്നെ കുറച്ച് ടയേർഡായി കേട്ടോ, കാരണം ഫുൾ ടൈം അങ്ങനെ നടക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടെയുള്ള ആ വില്ലകൾ. എല്ലാം VIP വില്ലകളാണ്. ചിലതിനകത്തൊക്കെ കുറേ ഫാമിലീസ് കാണും, ചില വില്ലയിൽ ഓരോ ഫാമിലീസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയൊക്കെയാണ് കേട്ടോ. കണ്ടല്ലോ, ഇത് വേറൊരു വില്ലയാണ്. നമ്മളിങ്ങനെ എടുക്കുന്നതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ നല്ല കാറ്റും എല്ലാം കൊണ്ട് നമുക്കത് ഇങ്ങനെ നടന്ന് കളിച്ചും രസിച്ചും പോകാമെന്ന് പറയില്ലേ, അതുപോലത്തെ അവസ്ഥയാണ് കേട്ടോ. മക്കളാണെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതും കുറേ സംസാരിക്കുന്നതും അങ്ങനെയൊക്കെ ആകുമ്പോൾ മോളും മോനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ ഏരിയയും ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല റെൻ്റ് ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ പറയും സിറ്റി അല്ലാതെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് റെൻറ്റ് കുറയാനും ചാൻസ് ഉണ്ട്, പക്ഷേ ഇതൊക്കെ VIP ഏരിയാസാണ്. ക്യാമറ കാര്യങ്ങളൊക്കെ ഓരോ മൂലയിലും മുക്കിലൊക്കെ ഉണ്ടാവും. പക്ഷെ കണ്ടില്ലേ, ഭയങ്കര രസമാണ് കേട്ടോ. ഞാനൊക്കെ ഇടയ്ക്ക് വിചാരിക്കാറുണ്ട്, നാട്ടിൽ ഇതുപോലുള്ള വീടൊക്കെ കെട്ടിയാൽ പോരെ, എന്തിനാ ഈ പല പല മോഡലും കിട്ടുന്നത്, ഇതുപോലെയൊക്കെയുള്ള സിമ്പിളായിട്ടുള്ള വീട്. പക്ഷേ നല്ല വലിയ വീടുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ കെട്ടുവാണെങ്കിൽ നല്ലതാണെന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇക്കാനോടൊക്കെ പറയാറുണ്ട് കേട്ടോ. പറഞ്ഞില്ലേ, ഇപ്പോൾ മോനെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ ചെയ്തതാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയേനെ. അപ്പോൾ നമ്മൾ മോനെന്നോട് പറഞ്ഞു ജസ്റ്റ് ഒരു ഇടവഴിയുണ്ട്, നമുക്ക് അതിൽ കൂടി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, ഈ ഒരു റോഡ് കണ്ടോ, ഇതിങ്ങനെ മണലും പൂയി, ഞങ്ങളുടെ നാട്ടിൽ പൊയ്യാന്നാണ് പറയുക മണൽ. അപ്പോൾ പൊയ്യയൊക്കെ ഉള്ള റോഡാണ് കേട്ടോ ഇത്. ഞങ്ങളങ്ങനെ ഇതാ വീണ്ടും നടത്തങ്ങ് തുടങ്ങിയതോ, ഇത് ജസ്റ്റ് മണലാണ് കേട്ടോ, ഒരു സൈഡിലുള്ള വഴികളാണ്. ഇവിടെയൊക്കെ കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും, വിത്തുകളൊക്കെ പാകിയിട്ട് എല്ലാ കൃഷികളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ ചിന്തിക്കും അബുദാബിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. ഇതൊക്കെ ഓരോ വഴികളാണ്. ഞങ്ങൾ മുറൂറിലാണ്, അപ്പോൾ ആ ഒരു ഏരിയയിലൊക്കെ ഇടവഴിയിലൊക്കെ ഇങ്ങനെയൊക്കെ കാണാം. അല്ലാത്ത റോഡുകളൊക്കെ നല്ല പെർഫെക്ഷനൊക്കെ ആയിരിക്കും. പക്ഷേ ഇവിടെ ഒന്നും ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞില്ല, കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. കൃഷികൾ നമുക്ക് ഈ സൈഡിലൊക്കെ വിത്ത് പാകിയിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളിയായിരിക്കും. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളൊക്കെ ഈ ഏരിയയിലൊക്കെ ഉള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ മെല്ലെ മെല്ലെ നടന്നപ്പോൾ ഞങ്ങൾ മുമ്പ് താമസിച്ച വില്ലയുടെ അടുത്തെത്തി. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിങ്ങനെ മന്ദം നടന്നു പോകുന്നത്. കുഞ്ഞിനെ എടുത്തിട്ട് നടക്കാനും പറ്റുന്നില്ല, ഇറങ്ങാനങ്ങ് ഇറങ്ങുകയും ചെയ്തു. എന്താ ചെയ്യുക. അങ്ങനെ നമ്മളിത് അവിടെ എത്തി. ഇനി കുറേ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാനുണ്ട് കേട്ടോ. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇന്നത്തെ വീഡിയോ ഞാൻ എന്തായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ പാർട്ട് 2 വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.